ബ്ലോക്ക് എവറിത്തിങ് സോഷ്യൽ മീഡിയയിൽ തുടക്കമിട്ട ആ ക്യാമ്പയിൻ ഫ്രാൻസിനെ ആകെ പിടിച്ചുലയ്ക്കുകയാണ്. തൊഴിലാളി യൂണിയനുകൾ, വിദ്യാർത്ഥി സംഘടനകൾ, വിവിധ കൂട്ടായ്മകളിൽ അംഗങ്ങളായ സാധാരണക്കാർ പാരീസിന്റെ തെരുവുകളിലും രാജ്യത്തെ മറ്റു പ്രധാന നഗരങ്ങളിലും എല്ലാം തടയുക എന്ന മുദ്രാവാക്യം ഉയർത്തി സർക്കാരിനെതിരെ ഫ്രഞ്ച് ജനത അണിനിരന്നിരിക്കുന്നു. പതിനായിരക്കണക്കിന് വരുന്ന പ്രതിഷേധക്കാർ ബുധനാഴ്ച പാരീസിനെ സ്തംഭിപ്പിക്കുന്നു. ജനത കൂട്ടായ ഒരൊറ്റ മുന്നേറ്റമായപ്പോൾ ഇമ്മാനുവൽ മാക്രോ സർക്കാർ വിറച്ചു. അസ്വസ്ഥതകളും പ്രതിഷേധങ്ങളും ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ പ്രതിസന്ധിയിലേക്ക് വീഴുകയാണോ ഫ്രഞ്ച് സർക്കാർ? എന്താണ് യഥാർത്ഥത്തിൽ ഫ്രാൻസിൽ സംഭവിക്കുന്നത്? ആദ്യം RDX. ഇമ്മാനുവൽ മാക്രോ സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ, ചെലവ് ചുരുക്കൽ പദ്ധതികൾ, സാമ്പത്തിക അസമത്വം ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഉയർത്തി ഫ്രാൻസിൽ പ്രതിഷേധം പടരുകയാണ്. പ്രധാനമന്ത്രിയായിരുന്ന ഫ്രാൻസോis ബെയ്റൂവിന് വിശ്വാസ വോട്ടെടുപ്പിലുണ്ടായ പരാജയവും പകരക്കാരനായി മാക്രോയുടെ വിശ്വസ്തനെ പ്രധാനമന്ത്രിയാക്കിയതുമെല്ലാം സ്ഥിതി വഷളാക്കി. മാക്രോ രാജിവെച്ചൊഴിയുന്നതിന് പകരം വീണ്ടും വിശ്വസ്തനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങിലൂടെ തുടക്കമിട്ട പ്രതിഷേധം തെരുവിലേക്ക് വ്യാപിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കാളികളായത്. ബുധനാഴ്ച 80,000-ലേറെ പോലീസുകാരെ പാരീസ് നഗരത്തിൽ മാത്രം വിന്യസിച്ചിട്ടും പ്രക്ഷോഭകരെ തടയാനായില്ല. പാരീസ് തെരുവുകൾ മാത്രമല്ല, മറ്റു പ്രധാന നഗരങ്ങളും പ്രതിഷേധക്കാരെ കൊണ്ട് നിറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം രാഷ്ട്രീയ അസ്ഥിരതയും ഫ്രാൻസിനെ തളർത്തുകയാണ്. ചെലവ് ചുരുക്കൽ നയങ്ങളും പെൻഷൻ, പൊതു അവധി എന്നിവയെ ബാധിക്കുന്ന തീരുമാനങ്ങളുമാണ് ജനങ്ങൾക്കിടയിൽ ഇത്ര വലിയ അപ്രീതിക്ക് കാരണമായത്. RDX ന്യൂസ് മലയാളം. ഇമ്മാനുവൽ മാക്രോ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഫ്രാൻസിൽ പ്രക്ഷോഭം നടക്കുന്നത്. ഈ പ്രതിഷേധം സാമ്പത്തിക പ്രതിസന്ധി, ജനവിരുദ്ധ നയങ്ങൾ എന്നിവയ്ക്കെതിരെയാണ്. തുടക്കം പ്രധാനമന്ത്രി ഫ്രാൻസോis ബെയ്റൂ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതോടെയായിരുന്നു. പ്രതിഷേധം കടുത്തത് മാക്രോയുടെ വിശ്വസ്തൻ സെബാസ്റ്റ്യൻ ലെക്കോർനു പ്രധാനമന്ത്രിയായതോടെയാണ്. ബെയ്റൂവിന്റെ രാജി പരാതികൾക്ക് പരിഹാരമാകുന്നില്ല എന്ന് യൂണിയനുകളും പ്രക്ഷോഭകരും പറയുന്നു. സർക്കാരിന്റെ നയങ്ങൾ അസമത്വങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് എന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. എല്ലാം തടയുക എന്ന മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങിയത് പതിനായിരങ്ങളാണ്. ഫ്രാൻസിലും പാരീസിലും മറ്റ് ഭാഗങ്ങളിലും റോഡുകൾ ഉപരോധിച്ച് പ്രതിഷേധക്കാർ മുന്നേറി. ട്രെയിൻ ഗതാഗതം അടക്കം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ഉള്ളത്. ഫ്രാൻസോis ബെയ്റൂവിന് തിരിച്ചടിയായത് മുന്നോട്ട് വെച്ച ചെലവ് ചുരുക്കൽ പദ്ധതികളാണ്. പൊതു അവധി റദ്ദാക്കൽ, പെൻഷൻ ക്ഷേമ പദ്ധതി മരവിപ്പിക്കൽ തുടങ്ങിയ പദ്ധതികൾ തിരിച്ചടിച്ചു. ബെയ്റൂ അവതരിപ്പിച്ചത് 4,400 കോടി യൂറോയുടെ ചെലവ് ചുരുക്കൽ പദ്ധതിയാണ്. നിർദ്ദേശം ദേശീയ അസംബ്ലിയിൽ 194-നെതിരെ 364 വോട്ടുകൾക്ക് പരാജയപ്പെടുകയും ചെയ്തു. 2008 മുതൽ ഫ്രാൻസിന്റെ പൊതുകടം GDPയുടെ 90% വരെ എത്തി. കോവിഡും റഷ്യ-യുക്രൈൻ യുദ്ധവും US തീരുവയും സ്ഥിതി വഷളാക്കി. 2019 GDPയുടെ 98 കടം 2020 114% ഉയർന്നു. സർക്കാർ സബ്സിഡികൾ വെട്ടിക്കുറച്ചതും വിരമിക്കൽ പ്രായം 64 വലിയ വിവാദമായി. 2024 മാക്രോ നടത്തിയ തെരഞ്ഞെടുപ്പാണ് രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടാതിരുന്നതോടെ പാർലമെന്റ് ദുർബലമായി. ഫ്രാൻസോis ബെയ്റൂ ഒരു വർഷത്തിനിടെ പുറത്താകുന്ന 3ാമത്തെ പ്രധാനമന്ത്രിയായി. മുൻഗാമി മിഷേൽ ബാർനിയെ പദവിയിലിരുന്നത് 3 മാസമാണ്. ബെയ്റൂ പദവിയിലിരുന്നത് 9 മാസമാണ്. സനീഷ് പറഞ്ഞ പോലെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ, അസ്ഥിരമായ ഒരു സർക്കാർ നിലനിൽക്കുന്ന അവസ്ഥയിൽ, സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയിൽ സ്വാഭാവികമായ ഒരു പ്രക്ഷോഭം എന്ന നിലയ്ക്ക് ഇതിനെ കാണണോ? ഇതിൽ ഈ ഇമ്മാനുവൽ മാക്രോ ഉണ്ടിരുന്നപ്പോൾ ഒരു വിളി വന്നു എന്ന മട്ടിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് വലിയ തിരിച്ചടിയുമായി. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഫ്രാൻസ് ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത് എന്തൊരവസ്ഥയിലാണ്? നിശ്ചയമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നേപ്പാളിലെ പ്രശ്നം പറഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞൊരു പോയിന്റ് ഇതിനകത്തും വാലിഡ് ആണെന്ന് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം വായിച്ചപ്പോൾ തോന്നി. അതൊന്ന് എന്തെങ്കിലും ഒരൊറ്റ പ്രശ്നം കൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു സംഭവം എന്നല്ല നമ്മളിതിനെ കാണേണ്ടതെന്ന് തോന്നുന്നു. ഉണ്ടായത് പെട്ടെന്നാണ്, പക്ഷെ അതിന് ഒരുപാട് കാരണങ്ങൾ ഒരുപാട് കാലമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 20 മാസത്തിനിടെ 5ാമത്തെ പ്രധാനമന്ത്രിയാണ് അതിലിപ്പോൾ പോയത്. 20 മാസം കൊണ്ട് 5 പ്രധാനമന്ത്രിമാർ രാജ്യത്ത് വരിക എന്ന് വെച്ചാൽ ആ രാഷ്ട്രീയ അസ്ഥിരത ഒന്ന് ആലോചിച്ച് നോക്കും. അവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് ജനം ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്. ഈ ഒരു ഇടതുപക്ഷത്തിന് അത്യാവശ്യം മുന്നേറ്റം ഉണ്ടായി. പക്ഷേ 3 പ്രധാനപ്പെട്ട പക്ഷങ്ങളുള്ളതിൽ 3ഉം തുല്യമായിട്ട് വരുന്ന നിലയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്ത ഇക്കൂട്ടത്തിലെ ആളുകൾ അങ്ങേയറ്റം നിരാശരാണ്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ പ്രധാനമന്ത്രിമാർ മാറുന്നു. എന്നാൽ അടുത്ത പ്രധാനമന്ത്രിയായിട്ട് വരേണ്ടിയിരുന്ന ഒരു ഇടതുപക്ഷക്കാരനെ, ആ കൂട്ടത്തിലുണ്ടായിരുന്ന കൂടുതൽ സീറ്റ് നേടിയ ഇടതുപക്ഷ ബ്ലോക്കിലെ ആളെ പ്രധാനമന്ത്രി ആയിക്കൂടെ എന്ന് ചോദിച്ചാൽ മാക്രോ അതിന് തയ്യാറായില്ല. മാക്രോ അദ്ദേഹത്തിൻ്റെ ഒരാളെ പുതുതായിട്ട് വെച്ചു. അദ്ദേഹം 9 മാസം കൊണ്ട് അദ്ദേഹം ഇപ്പോൾ വീണു.
അതിനു മുമ്പുള്ള പ്രധാനമന്ത്രി 3 മാസമേ നിന്നുള്ളൂ. അപ്പോൾ ആ രാഷ്ട്രീയ അസ്ഥിരതയുടെ വലുപ്പം ഒന്ന് ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ചരിത്രകാലം തൊട്ട് അത് ജനാധിപത്യത്തിൻ്റെയും ഇത്തരം ഒരു വലിയ പ്രക്ഷോഭങ്ങളുടെയൊക്കെ വലിയ സ്ഥലമാണ്. രാഷ്ട്രീയമായിട്ട് വലിയ ഊർജ്ജമുള്ള ജനതയാണ്. അതിനകത്തേക്കാണ് ഈ പറയുന്ന ഇത്രയും വലിയ അസ്ഥിരത, രാഷ്ട്രീയക്കാർക്ക് കാര്യങ്ങളെ നേരാമണ്ണം കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ, അതിൻ്റെ കൂടെ ഈ എക്കണോമിക് പ്രശ്നവും. അത് ഇതിനകത്ത് ഞാനിപ്പോൾ ഗാർഡിയൻ വായിച്ചപ്പോൾ കണ്ടത് സ്കൂൾ കുട്ടികളടക്കമുള്ള ആളുകൾ സമരത്തിലാണ്. ബ്ലോക്ക് എവറിത്തിങ് പറഞ്ഞിട്ട് സ്കൂൾ കുട്ടികളടക്കമുള്ള ആളുകൾ സമരത്തിലാണ്. അപ്പോൾ അത് അവർ സമരം ആരാണ് ചെയ്യുന്നത്? സാധാരണ വർക്കിംഗ് ക്ലാസ് ആളുകൾ, തൊഴിലാളി വർഗത്തിൽപ്പെട്ട ആളുകൾ, മധ്യവർഗം, ഡോക്ടർമാർ, ടീച്ചർമാർ, ഇങ്ങനെ ഒരു വലിയ സ്പെക്ട്രം ഓഫ് ആളുകൾ, ഒരു മഴവിൽ സഖ്യം ആളുകൾ, എല്ലാവരെയും ബാധിക്കുന്ന എന്തെങ്കിലും കുഴപ്പം അവിടെയുണ്ട്. ഇപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആരോഗ്യ മേഖലയൊക്കെ ആകെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ് അത്രേ. ഇവർ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നത് മുഴുവൻ ആരോഗ്യ മേഖലയുടെയൊക്കെ ഫണ്ടാണ്. അപ്പോൾ ആകെപ്പാടെ പ്രതിസന്ധിയിൽപ്പെട്ട അങ്ങേയറ്റം ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന്, കുറേ കാലമായിട്ട് ലോകം മൊത്തം എല്ലായിടത്തും ഹർഷൻ ഈ വലതുപക്ഷം എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു കണിശമായിട്ടുള്ള വലതുപക്ഷം ഇടതുപക്ഷം അങ്ങനെയുള്ളതല്ല ഞാൻ പറയുന്നൊരു വലതുപക്ഷം, റൈറ്റ് വിങ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം റൈറ്റ് വിങ്ങിൻ്റെ ആശയങ്ങളുള്ള ഭരണ സർക്കാരുകളാണ്, രാഷ്ട്രീയ പാർട്ടികളാണല്ലോ ഭരണാധികാരികളായിട്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ വരുന്നത്. അപ്പം നമ്മൾ ഇന്ത്യയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലും ഒരു വലതുപക്ഷത്തിൻ്റെ വെയ്വ് ലോകത്താകെ രാഷ്ട്രീയ രംഗത്തുള്ളൊരു കാലമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ വലതുപക്ഷത്തിന് പലയിടങ്ങളിലും പക്ഷേ ഭരണം ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നേയില്ല എന്നാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അതിൻ്റെ മേലുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഫ്രാൻസ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ എന്താണ് യെല്ലോ ജാക്കറ്റ് എന്ന് പറയുന്ന അതിനെന്തോ അവരുടെ ഭാഷയിൽ എന്തോ പറയും, അങ്ങനെയുള്ള ഒരു സമരം, അവർ യെല്ലോ ജാക്കറ്റേഴ്സ് നടന്നൊരു സമരവും കൂടെ ഇതിനോട് ചേർന്നിട്ട് അവരാണ് ഇതിനോട് പ്രധാനമായിട്ട്. അത് 2018 മാക്രോനെതിരെ തന്നെ ഉയർന്നു വന്നൊരു സമരമാണ് ഈ യെല്ലോ ജാക്കറ്റേഴ്സിൻ്റേത്. കാരണം അവരെ മധ്യവർഗ ആളുകൾ വാഹനത്തിന് ഇന്ധനത്തിൻ്റെ വില കൂടിയത്, ക്രൂഡ് ഓയിലിൻ്റെ വിലയൊക്കെ കുതിച്ചു വരുന്നപ്പോൾ ഇന്ധനത്തിന് വില കൂടിയപ്പോൾ അതിൻ്റെ ആളുകളാണ്. അതിപ്പോൾ അതിന് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഇടുന്ന ഈ ജാക്കറ്റാണ് യെല്ലോ ജാക്കറ്റ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അവരാണ് ആദ്യം സമരരംഗത്തേക്ക് വന്നത്. അപ്പോൾ അതൊരു വലിയ സമരമായിട്ട് ലോകത്താകെ വാർത്തയായിട്ട് വന്നിരുന്നു. അതൊന്നും ഒതുങ്ങി കാര്യങ്ങളെല്ലാം പോയപ്പോഴാണ് ഇപ്പോൾ ഈ സമരം വരുന്നത്. ഈ സമരത്തിൽ എല്ലാ മേഖലയിലുള്ള ആളുകളുണ്ടെങ്കിലും ഈ യെല്ലോ ജാക്കറ്റേഴ്സ് കൂടെ ഈ സമരത്തിൽ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് മാക്രോയുടെ തന്നെ ഒരു ഭരണകാലത്തിന് അവസാനം കുറിച്ചിട്ട് ഈ സമരം പോകുന്നതാണ് പൊതുവിൽ നമ്മൾ വായിച്ചാലൊക്കെ കാണുക. തീർച്ചയായും. പക്ഷേ ഈ വളരെ വേഗത്തിൽ ഇത് സ്വീകരിച്ച നടപടിക്രമങ്ങളിൽ ചില മാറ്റം വരുത്തുകയും ഇപ്പോൾ പുതിയ ബജറ്റുമായി ബന്ധപ്പെട്ട് ഉള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയും ഒക്കെ ചെയ്ത് ഈ സാമ്പത്തികമായി നിലനിൽക്കുന്ന ഒരു അസ്ഥിരത, പ്രതിസന്ധി, അതിനെ അതിജീവിക്കുക എന്നത് മൊത്തം യൂറോപ്പിലെ ഈ ഫ്രാൻസിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ, സാമ്പത്തിക നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ അനിവാര്യമാണ്. പക്ഷേ അതിന് വേണമെങ്കിൽ ഇപ്പോൾ ഈ പ്രക്ഷോഭത്തെ അതിജീവിക്കണമെങ്കിൽ ഈ പെൻഷൻ്റെ കാര്യത്തിലും ആരോഗ്യ പരിപാലനത്തിൻ്റെ കാര്യത്തിലായാലും ഈ പെൻഷൻ പ്രായത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് ഒരുപക്ഷെ പിന്നോട്ട് പോകേണ്ടി വന്നേക്കാം. അതായത് ഈ പ്രക്ഷോഭം അവസാനിക്കണമെങ്കിൽ ആ നിലയ്ക്ക് പ്രക്ഷോഭം അവസാനിപ്പിച്ചാൽ അവർക്ക് ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗ്ഗങ്ങൾ താരതമ്യേന കുറവായിരിക്കുമെന്നുള്ളതാണ് ഒരു പ്രശ്നം. പിന്നെ ഈ യൂറോപ്പ് ഒറ്റ നാണ്യത്തിലേക്ക് വന്നത് തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലിലേക്ക് ഇവിടെ ഫ്രാൻസിൽ ഒരു വിഭാഗം ആളുകൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഈ പഴയ നാണയത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ആവശ്യം അവിടെ ഉയർന്നിട്ടുണ്ട്. ഇതടക്കമുള്ള സങ്കീർണമായ ഒട്ടനവധി ആവശ്യങ്ങൾ, സനീഷ് നേരത്തെ പറഞ്ഞ പോലെ ഒരൊറ്റ പോയിന്റ്, ഒരു വിഷയം എന്നുള്ളതല്ല സത്യത്തിൽ ഈ പ്രക്ഷോഭത്തിൻ്റെ അടിസ്ഥാന കാരണം. ഇങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ഒരുമിച്ച് ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അത് നേപ്പാളിൽ നമ്മൾ കണ്ടതുപോലെ ഒരു സുസ്ഥിരമായ ഭരണം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സർക്കാർ ഇപ്പോൾ മാക്രോ 2024 തെരഞ്ഞെടുപ്പ് നടത്തിയില്ലെങ്കിൽ തന്നെ ഈ ഒരു പ്രതിസന്ധിയെ ഒരുപക്ഷെ അതിജീവിച്ചേനെ. പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥയിൽ അത് അതിജീവിക്കണമെങ്കിൽ അടിയന്തരമായ ഇത്തരം ചില നടപടികൾ ഉണ്ടായേ മതിയാകും. അല്ലെങ്കിൽ മാക്രോയുടെ ഈ പതനത്തോടെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഈ പ്രക്ഷോഭം അവസാനിക്കുക. ഒറ്റ കാര്യം കൂടെ, അതായത് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഈ വിശ്വാസ വോട്ടെടുപ്പിൽ 194 പേർ മാത്രമാണ് ഈ പ്രധാനമന്ത്രിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തത്. അയാളിപ്പോൾ ഇറങ്ങിയല്ലോ. 364 എംപിമാരും ഇയാൾക്കെതിരായിട്ടാണ് വോട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ 194 പേര് അനുകൂലിച്ചപ്പോൾ 364 എന്ന ഹ്യൂജ് നമ്പറാണ് ഇയാൾക്കെതിരായിട്ട് വന്നത്. അപ്പം അതിനർത്ഥം എന്താണ്? ഈ പ്രധാനമന്ത്രി അത്രമേൽ ഇഷ്ടമല്ലാത്ത അതാണ് ആ എംപിമാർക്കിടയിൽ തന്നെ. അപ്പോൾ ഇത്രയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെയാണ് പ്രസിഡൻ്റായിട്ടുള്ള ഇമ്മാനുവൽ മാക്രോ പ്രധാനമന്ത്രിയായിട്ട് ചെയ്യുന്നത്, ഈ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ഇടതുപക്ഷക്കാരെന്നോ അല്ലെങ്കിൽ കുറേ കൂടെ സ്വീകാരനായ ഒരാളെ വെച്ചില്ല എന്നുള്ളതാണ്. എന്നാൽ ഒറ്റ കാര്യം ഞാൻ പറയാൻ വന്നതല്ല. അതായത് നമ്മുടെ നാട്ടിലുള്ള പാഠം എന്താണ്? നമ്മുടെ നാട്ടിലുള്ള പാഠം, നമ്മൾക്കിപ്പോൾ എത്രക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള മനുഷ്യരുണ്ട്, എത്രക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ട്, എത്രക്ക് രൂക്ഷമായിട്ട് എതിർക്കപ്പെടുന്ന ഒരു കേന്ദ്ര സർക്കാരെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷം. പക്ഷേ നമ്മുടെ സുഘടിതമായ ജനാധിപത്യമാണ്. 5 വർഷം കംപ്ലീറ്റ് ആയിട്ട് നിൽക്കും, 5 വർഷം കംപ്ലീറ്റ് ആയിട്ട് നിന്ന് ഇലക്ഷനിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഭരണഘടനയും നമ്മുടെ രാഷ്ട്രീയ സംവിധാനവും എത്രയോ ചെറിയൊരു രാജ്യമായിരുന്നു 10-74 കൊല്ലം മുമ്പെന്ന് ആലോചിച്ച് നോക്കും. അതെത്ര സുഘടിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നോക്കുമ്പോൾ നമ്മുടെ ഈ ഭരണഘടനയും അതിൻ്റെ ശില്പികളോടും ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ കുറേ കൂടെ ഒരു ബഹുമാനം തോന്നും നമുക്കെന്ന് കൂടെ പറഞ്ഞു. തീർച്ചയായും ഇതിലൊരു കാര്യം കൂടിയുണ്ട്. അവിടെ ഈ പറഞ്ഞ സനീഷ് നേരത്തെ
സൂചിപ്പിച്ചതാണ്, ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രക്ഷോഭങ്ങളിൽ നേതൃസ്ഥാനത്ത്, അത് പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത് ഇടതുപക്ഷം തുടങ്ങി വെച്ച പ്രക്ഷോഭം എന്ന നിലയ്ക്കല്ല, അതിൽ വലതുപക്ഷത്തിൻ്റെയും പങ്കാളിത്തം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു മുന്നേറ്റം എന്ന നിലയ്ക്ക് പതുക്കെ പതുക്കെ ആ പ്രക്ഷോഭം മാറി എന്നുള്ള വസ്തുത കൂടിയുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സ്വാതന്ത്ര്യം 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ നിന്ന് ഉയർന്നു കേട്ട ആ മുദ്രാവാക്യം ഈ ലോകത്തെ കൂടുതൽ മികച്ചൊരിടമാക്കി മാറ്റിയതിൽ വഹിച്ച പങ്ക് ചെറുതല്ല. ഇന്നും ഭൂഗോളത്തിൻ്റെ സകല കോണിലും നമുക്ക് പേരറിയാത്ത പോർനിലങ്ങളിൽ അവകാശങ്ങൾക്കായി പൊരുതുന്ന ജനലക്ഷങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സർഗസങ്കീർത്തനമാണത്. ചരിത്രത്തിൻ്റെ തുടർച്ച നിലച്ചു പോകുന്ന ജീവിതസന്ധികളിൽ അനീതിക്കെതിരായി ജനത ഒന്നാകെ ഉയർക്കുന്നത് ഫ്രഞ്ച് ജനതയുടെ ജനിതക സ്വഭാവമാകാം. സാമ്പത്തിക സാമൂഹ്യ അസമത്വ നയങ്ങൾക്കും ജനവിരുദ്ധതയ്ക്കുമെതിരാണ് പ്രക്ഷോഭം. അതിൻ്റെ വൈകാരിക വേരുകൾ 1917 ഒക്ടോബർ മാസത്തോളം ചെന്ന് മുട്ടുന്നുണ്ട്. വൻകരയിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായ ഫ്രാൻസിലെ അസ്ഥിരത യൂറോപ്പിനെ ആകെ പിടിച്ചുലയ്ക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ജനത സമരമാകുമ്പോൾ അതുവരെയുള്ള ക്രമം മാറി വേറൊന്നാകും എന്നാണ് ചരിത്രത്തിൻ്റെ ശീലം. RDX ഒരു ഇടവേളയിലേക്ക്.